ജാനുവരി 2025 സെഷനിലെ റീ രജിസ്ട്രേഷന്റെ നോട്ടിഫിക്കേഷൻ നേരത്തെ എം നോട്ട്സ് ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചിരുന്നു. കുറച്ചുകൂടി വിശദമായ ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ നൽകുന്നത്. റീ രജിസ്ട്രേഷൻ ഫോർ ജാനുവരി 2025 സെഷൻ. Re-registration for January 2025 session has been started. The last date is 15th January 2025. But my humble request to all you learners that you don't wait. ഒരു കാരണവശാലും ഇത് 15 വരെ ഡേറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ കൃത്യമായി ഒരു ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം ഉപയോഗിച്ച് നിങ്ങൾ ഇപ്പോൾ തന്നെ റീ രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷിക്കുക. റീ രജിസ്ട്രേഷൻ ജാനുവരി 2025 പറ്റി കുറച്ച് ആഴത്തിൽ നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കണം. എക്സാം എഴുതിയാലും എഴുതിയില്ലെങ്കിലും മുമ്പ് നടത്തിയ പരീക്ഷകളിൽ നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിലും പാസ്സായിട്ടില്ലെങ്കിലും നിർബന്ധമായും അടുത്ത സെഷനിലേക്ക് റീ രജിസ്റ്റർ ചെയ്യണം, അടുത്ത സെമസ്റ്ററിലേക്ക് റീ രജിസ്റ്റർ ചെയ്യണം, അടുത്ത വർഷത്തിലേക്ക് റീ രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു വലിയ മോശം പ്രവൃത്തിയാണ് റീ രജിസ്ട്രേഷന് അലംഭാവം കാണിക്കൽ. പ്രിയപ്പെട്ടവരെ, റീ രജിസ്ട്രേഷൻ ചെയ്യാൻ വിദഗ്ധരുടെ സേവനം നിങ്ങൾക്ക് എപ്പോഴും നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു കൊല്ലത്തെ സമയവും ഒരു കൊല്ലത്തെ ഫീസും നഷ്ടപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകും. ഇഗ്നോയിൽ 240 പരം പ്രോഗ്രാമുകൾ PG ഡിഗ്രി പ്രോഗ്രാമുകൾ ഉണ്ട്. 240 പരം PG UG പ്രോഗ്രാമുകൾ ഉണ്ട്. ഈ പ്രോഗ്രാമുകളിൽ ലാറ്ററൽ എൻട്രി, ലാറ്ററൽ എക്സിറ്റ് സൗകര്യമുള്ളതും ഉണ്ട്. അതുപോലെ തന്നെ ഓരോ പേപ്പേഴ്സ് അഥവാ കോഴ്സസ് അഥവാ സബ്ജക്ട്സ് തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ജാഗ്രത വേണം. എത്ര തന്നെ പറഞ്ഞാലും വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അതിന് കെയർ ചെയ്യാറില്ല. അവർ വേറെ എന്തൊക്കെയോ വിചാരിച്ച് തെറ്റായ കുറച്ച് ധാരണകൾ വെച്ച് അവരവരുടെ സുഹൃത്തുക്കൾ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമൂഹ്യ ഘടനയുടെ പശ്ചാത്തലത്തിലോ അവർ അക്ഷയ സെന്ററുകളിലോ അല്ലെങ്കിൽ മറ്റ് കമ്പ്യൂട്ടർ സെന്ററുകളിലോ സ്വമേധയോ അവർ ഇത്തരത്തിലുള്ള റീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ പല തരത്തിലുള്ള അബദ്ധങ്ങൾ ചെന്ന് ചാടാറുണ്ട്. റീ രജിസ്ട്രേഷൻ 2025 ജാനുവരി സെഷനിൽ ചെയ്യുമ്പോൾ അതീവ ജാഗ്രത വേണമെന്ന് ഓരോ സെഷനിലും ഞാൻ പറയുന്നതിൽ പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു മിനിമം പീരിയഡ്, മാക്സിമം പീരിയഡ് തന്നിട്ടുണ്ടാവും. ഈ റീ രജിസ്ട്രേഷൻ ബാധകമായിട്ടുള്ളത് ഡിഗ്രി വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ PG വിദ്യാർത്ഥികൾക്ക്. അത് 3 കൊല്ലത്തെ ഡിഗ്രി ആയിക്കോട്ടെ, 4 കൊല്ലത്തെ ഡിഗ്രി ആയിക്കോട്ടെ, PG ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ. 1 കൊല്ലത്തെ PG ഉണ്ട്, 2 കൊല്ലത്തെ PG ഉണ്ട്. ഒരു തരത്തിലുമുള്ള കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിക്കുക. ഒപ്പം തന്നെ ആ വീഡിയോയിൽ തന്നിരിക്കുന്ന 2 നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്ത് റീ രജിസ്ട്രേഷന് വേണ്ടി ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ അതീവ ശ്രദ്ധ പാലിക്കാൻ നിങ്ങൾക്ക് 90% വിദ്യാർത്ഥികൾക്കും കഴിയില്ല. കാരണം നിങ്ങൾ മുമ്പേ പറന്ന പക്ഷികളല്ല. ഒരു ജംഗ്ഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ ജംഗ്ഷനിൽ വലത്തോട്ട് പോയാൽ എന്തൊക്കെയാണ്, ഇടത്തോട്ട് പോയാൽ എന്തൊക്കെയാണ്, നേരെ പോയാൽ എന്തൊക്കെയാണ്, താഴെ റിവേഴ്സ് യൂടേൺ അടിച്ചു പോയാൽ എന്തൊക്കെയാണ് എന്ന് മുമ്പേ സഞ്ചരിച്ച 20 കൊല്ലമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് കൃത്യമായി ഈ സംഗതികൾ അറിയാം. അവരുടെ സേവനം നിങ്ങൾ വാങ്ങിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വിഷമം ചിലപ്പോൾ പരീക്ഷ കൃത്യമായി എഴുതാൻ പറ്റില്ല. ആവശ്യമില്ലാത്ത സബ്ജക്റ്റുകൾക്ക് പകരം നിങ്ങൾ മറ്റേതെങ്കിലും സബ്ജക്റ്റുകൾ എടുത്തിട്ടുണ്ടാവും. മോഡ് ഓഫ് മെത്തഡോളജി ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. പ്രസന്റേഷൻസ് ചിലപ്പോൾ മാറിയിട്ടുണ്ടാകും. സ്കീം ചിലപ്പോൾ മാറിയിട്ടുണ്ടാകും. 6 ക്രെഡിറ്റ് എടുക്കുന്നതിന്റെ സ്ഥാനത്ത് ചിലപ്പോൾ 4 ക്രെഡിറ്റ് എടുത്തിട്ടുണ്ടാകും. 6 ക്രെഡിറ്റ് എടുക്കേണ്ട സ്ഥാനത്ത് ചിലപ്പോൾ 8 ക്രെഡിറ്റ് എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ചങ്ങലയ്ക്ക് കെട്ടിട്ടതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന അവസ്ഥകൾ വരാം.
അതുകൊണ്ട് വീണ്ടും 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 മുബാറക് മാസ്റ്റർ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ജാനുവരി 2025 റീ രജിസ്ട്രേഷൻ ആരംഭിച്ചു. അതിന് ഈ വീഡിയോയിലെ ഗൂഗിൾ ഫോമിൽ ഉള്ള വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം നിർബന്ധമായും നിങ്ങൾ പൂരിപ്പിച്ച് അയക്കുക. റീ രജിസ്ട്രേഷൻ ആർക്കാണ് ബാധകം എന്ന് ഞാൻ ഒരിക്കൽ കൂടി താങ്കളെ കൃത്യമായി ബോധിപ്പിക്കുകയാണ്. റീ രജിസ്ട്രേഷൻ അപ്ലിക്കേഷൻ നമുക്ക് ആർക്കൊക്കെയാണ് ബാധകം എന്ന് വളരെ വിശദമായി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. റീ രജിസ്ട്രേഷൻ സൈറ്റിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻ കൂടാതെ മറ്റ് ചില സുപ്രധാനമായ വസ്തുതകളും കൂടി നമ്മൾ റീ രജിസ്ട്രേഷന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് സത്യത്തിൽ റീ രജിസ്ട്രേഷൻ? Re-registration means registration in the next semester, next year of a program. Wherever applicable, learners are advised to submit the re-registration forms. Re-registration form submit ചെയ്യാൻ ഈ വീഡിയോയിലെ ഗൂഗിൾ ഫോം, വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം നിങ്ങൾ പൂരിപ്പിക്കുക. Irrespective of the fact that whether the learners appeared in the examination or not, പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും, they are passed or not, ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും നിങ്ങൾ നിർബന്ധമായും റീ രജിസ്ട്രേഷൻ ചെയ്യണം. പരമ്പരാഗതമായി നമ്മൾ 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, 11ാം ക്ലാസ്സിലെല്ലാം നമ്മൾ സ്വാഭാവികമായും അടുത്ത ക്ലാസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി പ്രൊമോഷൻ ആവുകയാണ്. കോളേജിൽ എത്തിയാലും തന്നെ 1ാമത്തെ വർഷത്തിൽ നിന്ന് 2ാമത്തെ വർഷത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി പോയി പിന്നെ നമ്മൾ ഫീസ് അടയ്ക്കുന്ന ഒരു മെത്തേഡാണ്. പക്ഷെ ഇതിന് നേരെ തിരിച്ചാണ്. ആദ്യമേ നമ്മൾ അടുത്ത സെമസ്റ്ററിലേക്ക്, അടുത്ത വർഷത്തിലേക്ക് റീ രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട്. ഇഫ് ദ റീ രജിസ്ട്രേഷൻ ഈസ് എനി ഓഫ് ദ പ്രോഗ്രാം ഈസ് not available online or for any other reason, മറ്റെന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ടാണ് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോമിൽ പൂരിപ്പിച്ച് നിങ്ങൾ വിദഗ്ധരായ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫിന്റെ സേവനം ആവശ്യപ്പെടുക. താങ്കൾക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ എല്ലാ പേപ്പറുകളും കൃത്യമായ പുസ്തകങ്ങൾ ലഭിക്കുന്ന രൂപത്തിൽ, ഏറ്റവും എളുപ്പത്തിൽ പുസ്തകങ്ങൾ ലഭിക്കുന്ന രൂപത്തിൽ, ഏറ്റവും എളുപ്പത്തിൽ പാസ്സാകുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്കൊരു കൗൺസിലിംഗ് തന്ന് ഈ റീ രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കും. അതുകൊണ്ട് നിർബന്ധമായും റീ രജിസ്ട്രേഷൻ ജാനുവരി 2025 സബ്ജക്ട്സ്, പേപ്പേഴ്സ്, കോഴ്സസ് തിരഞ്ഞെടുക്കുമ്പോൾ ജാഗ്രത വേണം. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അയക്കുകയോ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള 2 നമ്പറിൽ ഏതെങ്കിലും നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്ത് റീ രജിസ്ട്രേഷൻ എന്നൊരു മെസ്സേജ് അയക്കുകയോ ചെയ്യുക. ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്തു തരാൻ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സദാ സന്നദ്ധമാണ് എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി റീ രജിസ്ട്രേഷൻ പോർട്ടലിൽ റീ രജിസ്ട്രേഷൻ ഫോർ ജാനുവരി 2025 സെഷൻ ഇപ്പോൾ മുതൽ ആരംഭിച്ചിരിക്കുന്നു എന്ന വർത്തമാനം നിങ്ങളോട് അറിയിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. ഈ വീഡിയോ പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.